പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഇന്ന് കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 980 എപ്പിസോഡാണിത്. കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറയുന്നത് ഒരു കാറ്റഗിസം പഠിക്കൽ മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണ്. അതിൽ അപ്പസ്തോലിക അനുശാസനമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫെയ്ത്ത്, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പഠിക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിന് ആധികാരികമായ ഒരു വീര്യം ഉണ്ടാകുകയും നമ്മളുടെ ആ അടിത്തറ പണിതുയർത്തപ്പെടുകയും ചെയ്യുന്നു. ചിലർ പറയും ബൈബിള് പോലെ. ബൈബിള് മാത്രം പോരാ. കത്തോലിക്ക സഭയുടെ പ്രത്യേകത അതാണ്. ബൈബിള് തന്നെ വ്യാഖ്യാനിക്കുന്നത് സഭയാണ്. അല്ലെങ്കിൽ അത് പ്രൊട്ടസ്റ്റന്റുകാരന്മാരാണ്. അവർ ബൈബിള് മാത്രം മതി എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള മാതിരി ബൈബിള് വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഇത്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്നറിയാം. ഇന്ന് 19-ാം തീയതി നമ്മൾ ഇത്രയും നാളും പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്ന സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടി ശക്തമായി പ്രാർത്ഥിക്കണം. ഈ 19-ാം തീയതി മുതൽ 2 ആഴ്ചക്കാലം സീറോ മലബാർ സഭയുടെ സിനഡ് കൂടുന്നു. നമ്മൾ അതിനുവേണ്ടി ധാരാളം പ്രാർത്ഥിച്ചു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എറണാകുളം അങ്കമാലിക്ക് മാത്രമല്ല, സീറോ മലബാർ സഭയിലെ സിനഡിന് വേണ്ടിയും പിതാക്കന്മാർക്ക് വേണ്ടിയും അവർ ഈ കാലഘട്ടത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുന്നതിന് വേണ്ടിയും വളരെ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെയും, കഴിഞ്ഞ ആഴ്ചത്തെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. ഏതാനും സാക്ഷ്യങ്ങൾ ഞാനിവിടെ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. അത് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളുടെ പ്രവചനങ്ങളിൽ ഉണ്ടായ അനുഭവ സാക്ഷ്യം. ഹലോ ബ്രദറെ, പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഇന്നലെ കറ്റനാറിയയിൽ ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ആൻസി കണ്ടാർപ്പുള്ളിലാണ് സംസാരിക്കുന്നത്. കാലിൻ്റെ പാദത്തിനുള്ള വേദനയായിരുന്നു. ചെരുപ്പിൻ്റെ വള്ളി അതിൻ്റെ മുമ്പിൽ കൂടിയുള്ള സോക്കൻ അതിൻ്റെ അകത്തൂടെ വരുമ്പോൾ തന്നെ വേദനയായിരുന്നു. ഇന്നലെ ആ പറഞ്ഞ നിമിഷം തൊട്ട് ആ വേദന ഇല്ല. ഓക്കെ, താങ്ക് യു. അത് പറയാൻ വേണ്ടിയിട്ടാണ്. വലത്തെ പാദത്തിനായിരുന്നേ. ഓക്കെ. ഞാൻ ദുബായിൽ നിന്നും ആന്റണി. ഇന്നത്തെ സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനീയ പഠന പരമ്പരയുടെ മധ്യേ പരിശുദ്ധാത്മാവ് ബ്രദറിലൂടെ നൽകിയ ആ പ്രവചന സന്ദേശത്തിന്റെ അവസാനം രോഗസൗഖ്യം പറഞ്ഞതിൽ 3-ാമത്തെ രോഗസൗഖ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു: നട്ടെല്ല് വളവുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുന്നുവെന്ന്. അതെനിക്കായിരുന്നുവെന്ന് അപ്പോൾ തന്നെ ഞാൻ കൈകൾ ഉയർത്തി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ബ്രദർ അത് നോട്ട് ചെയ്തില്ല. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ മുതൽ എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് നേരെ ഇരിക്കുവാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഈ ബാക്ക് പെയിൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു വീഴ്ചയുടെ ഭാഗമായിട്ട് നട്ടലിന് ക്ഷതം സംഭവിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് നട്ടല് അകത്തേക്ക് വളയുന്നത് പോലെ, ഒരു വലിഞ്ഞു മുറുകുന്നത് പോലെ ഒരു വേദന കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു. ഇന്ന് നട്ടല് വളയുന്ന വ്യക്തിയെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. 18-ാം സങ്കീർത്തനം: കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എന്റെ രക്ഷാശീലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയും രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും.
കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത് UK നിന്ന് പ്രിൻസി. പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. അന്ന് ബ്രദറുമായിട്ട് സംസാരിച്ചിട്ട് അന്ന് എനിക്കൊരു കുറച്ച് പ്രൊഫസിയൊക്കെ ബ്രദറെ എനിക്ക് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തന്നായിരുന്നു. അപ്പൊ അതിനകത്ത് 3 ഹീലിംഗ് പറഞ്ഞായിരുന്നു. 2 അന്ന് തന്നെ സംഭവിച്ചാണ്. ഒരെണ്ണം എൻ്റെ ചുണ്ടത്ത് ഒരു തിളച്ച എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ഒരു ബ്ലിസ്റ്റർ പോലെ വന്നു. പിന്നെ അതൊരു വെള്ള പാണ്ട് പോലെ ആയിരുന്നു. അപ്പം ബ്രദർ അന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞായിരുന്നു ചുണ്ടത്തുള്ള ഒരു ഉണല് പോലത്തെ സാധനം പോകുന്നു. അപ്പൊ ഞാൻ നാട്ടിലൊക്കെ പോയപ്പം ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോ അതിനിപ്പോ ഒന്നും ചെയ്യാനില്ല എന്നാ പറഞ്ഞ. അതൊരു വെളുത്ത പാടാണ്. അപ്പൊ എല്ലാരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം. അപ്പൊ എനിക്കത് സങ്കടമായിരുന്നു. 5-6 മാസമായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പം പല ഓയിൻമെന്റ് ഒക്കെ തൂത്തിട്ടും മാറിയൊന്നും ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് അതാ പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ഫെയ്ഡായി. പിന്നെ എനിക്കൊരു സംശയം. ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ അതും ഇതുമായിട്ട് ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് ആ പ്രൊഫസിയിൽ ബ്രദർ പറഞ്ഞായിരുന്നു കുറെ ഗിഫ്റ്റുകള് എനിക്ക് ഈശോ തരുന്നതായിട്ട്. അപ്പം വചനം പറയാനായിട്ട് ഈശോ ഒരു കൃപ തരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഞാനിപ്പോ ലണ്ടനിൽ നിന്നാണേ. അപ്പം ഇവിടുത്തെ ഇവാഞ്ചലൈസേഷൻ ടീമിൽ ഈ ചൊവ്വാഴ്ച ഒരു 30 മിനിറ്റ് വചനം പറയാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. സൂമിലാണ്. അപ്പൊ അതോർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോ ആ ചുണ്ടത്തെ ഇതുമായിട്ട് ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ആ എന്താണ് അവര് വചനം പറയാനായിട്ട് എന്നെ വിളിച്ച സെയിം ഡേ ആണ് എന്റെ ചുണ്ടത്തെ കംപ്ലീറ്റ് ആ പാടങ്ങ് പോയി നോർമൽ കളറായി. എല്ലാവർക്കും തിരിച്ചറിയാൻ പാകത്തിന്. അപ്പൊ എല്ലാവർക്കും അത് അതിശയം. ഈശോയ്ക്ക് ഒത്തിരി മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി താങ്ക് യു. ഒത്തിരി ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. പിന്നെ ബ്രദറിന്റെ വായോ ഇനി നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ വചനവും എന്റെ പരിശുദ്ധാത്മാവും എന്റെ പ്രബോധനത്തിലൂടെ നിങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ കൗതാശികമായ മേന്മ അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ പൂർണ്ണത നിങ്ങളിൽ വരുന്നത്. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഈ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് കൗതാശികമായ പദ്ധതിയിലൂടെയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൗതാശിക പദ്ധതിയുടെ വലിയ അനുഭവവും വലിയ പുത്തൻ വെളിച്ചവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ആത്മാവിലേക്ക് ഒരു കടുകുമണി പോലെ കൗതാശിക പദ്ധതിയുടെ രഹസ്യങ്ങളെ ഞാൻ തുറക്കുന്നു. എന്റെ ജനമേ, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക, എന്നിൽ മാത്രം ആശ്രയിക്കുക. എന്റെ ജ്ഞാനം, എന്റെ വിശ്വാസം, എന്റെ സ്നേഹം, ഇവ നിങ്ങളിൽ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ ഞാൻ ജ്വലിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങളാകുന്ന ഈ വിത്ത് സഭയുടെ അടിത്തറ പണിതുയർത്തും. സഭയിൽ വിശ്വാസത്തിന്റെ അടിത്തറ പണിതുയർത്തുകയും ഒരു പുതു ചൈതന്യം, ഒരു പുതിയ സംസ്കാരം, ഒരു പുതിയ വചന പ്രഘോഷണ ശൈലി, സഭാപ്രബോധനങ്ങളും ചേർത്ത് വചനം പ്രഘോഷിക്കുന്ന ശൈലി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇതാ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരിലും ഈ പുത്തൻ അഭിഷേകം ഞാൻ നൽകുന്നു. നിങ്ങളെല്ലാവരെയും ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഞാൻ ഉറപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും എന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. നിങ്ങളെല്ലാവരും എന്റെ ഈ പ്രബോധനവും ദൈവരാജ്യ പ്രഘോഷണവും നിങ്ങളെല്ലാവരും സഭാപ്രബോധനങ്ങൾ അനുസരിച്ച് നടത്തും. അങ്ങനെ ആർക്കും തെറ്റുപറ്റാത്ത
ഒരു പുതിയ ശൈലിയും എല്ലാവരുടെ ആത്മാവിലേക്ക് അവരുടെ നിത്യരക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രബോധനം പ്രസരിക്കണം. അവരുടെ ലൗകിക സമ്പത്തുകൾക്ക് വേണ്ടിയല്ല, ദൈവരാജ്യം പ്രഘോഷിക്കണം. അവരിൽ ദൈവരാജ്യം സംസ്ഥാപിതമായിരിക്കുന്നു എന്ന രഹസ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അതിനു വേണ്ടി നിങ്ങളെ ഞാൻ ഇന്ന് ഇതാ പുത്തൻ അഭിഷേകം നൽകുന്നു. നിങ്ങളെ ഞാൻ അടയാളങ്ങൾ സഹിതം ഈ ശക്തമായ പ്രബോധനത്തിൽ ആഴ്ത്തുന്നു. നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതരം തുറക്കുമ്പോൾ എന്റെ വചനത്തോടൊപ്പം സഭാപ്രബോധനങ്ങളും എന്റെ ജ്ഞാനവും പിതാക്കന്മാരുടെ ജ്ഞാനവും നിങ്ങളിൽ നിന്ന് പ്രവഹിക്കുമ്പോഴാണ് നിങ്ങൾ സഭയുടെ മക്കളായി, സാക്ഷാൽ മുന്തിരിച്ചെടിയുടെ ശാഖകളായി എന്നോട് അനുസരണയോടെയും എന്റെ വാത്സല്യത്തോടെയും ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത്. ഇതാ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് അഭിഷേകം നൽകുന്നു. നിങ്ങളിലൂടെ സഭ മുഴുവനെയും ഞാനിതാ പണിതുയർത്തുന്നു. സഭയെ ഞാൻ പണിതുയർത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. ദൈവമേ നന്ദി. കർത്താവേ, ഞങ്ങളിലേക്ക് ജ്ഞാനവും വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ. ദൈവമേ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങളിലേക്ക് അത് കൂടുതലായി ഒഴുക്കണമേ. ഇതാ ഇനിയും നമുക്ക് ഇന്നത്തെ അടയാളത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് അരുളി ചെയ്തു, നിങ്ങൾ അവർ ലോകമെല്ലാം പോയി വചനം പ്രഘോഷിക്കുകയും അവൻ അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ അവരുടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുവരെ അങ്ങ് തന്ന അടയാളങ്ങളും പ്രാർത്ഥനയും പ്രതി നന്ദി പറയുന്നു. ഇതാ വീണ്ടും നട്ടെല്ലിന് വളവുള്ള ഒരാളെ വീണ്ടും സുഖപ്പെടുത്തുന്നു. നട്ടെല്ലിന് വളവുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു. നട്ടെല്ലിന് വളവ് ഇതാ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൂടാതെ കാലിന്റെ പാദത്തിൽ മുള്ള് കയറിയ പോലെ, മുള്ളോ ആണിയോ കയറിയിട്ട് പാദത്തിൽ പഴുത്തിരിക്കുന്ന ഒരവസ്ഥ, അത് കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ. ഈ അടയാളങ്ങളെല്ലാത്തിനും നന്ദി പറയുന്നു. ഒരു സൗഖ്യം കൂടി പറയുന്നത് ചെവിയുടെ, ഈ വലത്തെ ചെവിയുടെ താഴെയായിട്ട് ഒരു കുരു. ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, ചെവിയുടെ താഴെ ഒരു കുരു. അത് ചെറുതാണെങ്കിലും നല്ല വേദനയുണ്ട്. അത് നീരിറങ്ങി ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്ക് നീരായിട്ടിങ്ങനെ വരണു. അതുകൊണ്ട് ഈ താടി ഇങ്ങനെ തുറക്കി അടയ്ക്കുകയും ചെയ്യുമ്പോൾ വേദനയുണ്ട്. കർത്താവ് അത് സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവേ നന്ദി, കർത്താവേ. ഈ വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. കർത്താവേ നന്ദി പറയുന്നു. ഈശോയെ നന്ദി. എല്ലാവരും സ്വീകരിക്കുകയും കഴിയുന്നതും വേഗം അതിൻ്റെ ടെസ്റ്റിമണികൾ എനിക്ക് അയക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033. ജർമ്മൻ നമ്പർ 00491723000623. ഇത് ഈ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ദിവസവും ആ പ്രവചനത്തിൽ നിങ്ങളെ സ്പർശിച്ച ആശയവും കൂടി പറഞ്ഞ് അധികം നീളാതെ ചുരുക്കത്തിൽ സാക്ഷ്യപ്പെടുത്തുക നന്നായിരിക്കും. എല്ലാവരെയും ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സന്ദേശം ദൈവം നമുക്ക് സഭയ്ക്ക് മുഴുവൻ തരുന്നതാണ്. നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. നമ്മൾ കാറ്റക്കിസത്തിൽ 1116 കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇപ്പം 1117
ഇതെല്ലാം കൂദാശകളെക്കുറിച്ച് തന്നെയാണ്. സഭയുടെ കൂദാശകൾ 1117 വിശുദ്ധ ലിഖിതങ്ങളുടെ കാനോനെ സംബന്ധിച്ചും, കാനോൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ, അതെല്ലാം സഭ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. കാനോൻ അതിൻ്റെ നിയമാധിഷ്ഠിതമാണ്. കാനോനെ സംബന്ധിച്ചും സഭയുടെ വിശ്വാസ സത്യം, കണ്ടോ, ഡോഗ്മ, വിശ്വാസ സത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ വലിയ ഒരു കാര്യമാണെന്ന് മനസ്സിൽ കാണണം. വിശ്വാസ സത്യത്തെ സംബന്ധിച്ചും ചെയ്തതുപോലെ സകല സത്യത്തിലേക്കും തന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ വിശ്വസ്ത വിചാരിപ്പുകാരായി എന്ന നിലയിൽ സഭ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഈ നിക്ഷേപത്തെ ക്രമേണ അംഗീകരിക്കുകയും അതിൻ്റെ പരികർമ്മം നിശ്ചയിക്കുകയും ചെയ്തു. 34 അങ്ങനെ ആരാധനാഘോഷങ്ങളിൽ നിഷ്കൃഷ്ടമായ അർത്ഥത്തിൽ 7 കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട കൂദാശകളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ വിവേചിച്ചറിയുന്നു. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കാം, അതെവിടെയാണ് ബൈബിളിൽ ഈ ഈശോ 7 കൂദാശ സ്ഥാപിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് ഒന്നും പറയണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് കാരണം. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബൈബിള് മാത്രമല്ല, സഭയുടെ ആധികാരിക പ്രബോധനവും കൂടി പഠിച്ചാൽ മാത്രമേ വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കുള്ളൂ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പിള്ളേരും ആൾക്കാരും എല്ലാം ബൈബിളിൽ എവിടെ എഴുതിയേക്കണത് 7 കൂദാശകളുണ്ട്, അത് കാണിച്ചത്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ അങ്ങ് വിഷമിപ്പിക്കും. നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ട. പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. നമ്മൾ മക്കളെ, നിങ്ങൾക്ക് അത് അത്ര എളുപ്പം മനസ്സിലാവില്ല. അതിന് സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കണം. ഇപ്പം നമ്മൾ കുഞ്ഞുനാൾ മുതൽ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ആദ്യം നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിച്ചു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഇത് ബൈബിളിൽ അവിടെ എഴുതിയേക്കണത്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതേമാതിരി അങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ സഭ ആണ് ചെറിയ വേദോപദേശ പുസ്തകത്തിൽ നിന്ന്, ആ ചെറിയ വേദോപദേശ പുസ്തകമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. കർത്താവിൻ്റെ വാലാക പരിശുദ്ധോണിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു, നന്മ നിറഞ്ഞ മറിയമേ. ഇത് ബൈബിളിൽ എങ്ങനെ എഴുതിയേക്കണത്? ബൈബിളിൽ പല സ്ഥലത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രശ്നം, നമ്മൾ വിശ്വാസത്തിൽ വളരാത്തതിൻ്റെ പ്രശ്നം. ഇന്നത്തെ പ്രബോധനം കൃത്യമായി പറയുന്നു. ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്, ലൈസൻസ് കിട്ടുന്നത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഓടിക്കാൻ വേണ്ടിയാണോ? അവിടെ സിഗ്നലിൽ റെഡ് ആകുമ്പോൾ അവിടെ നിർത്തണം. ഇല്ല, അവിടെ വണ്ടിയൊന്നും വരുന്നില്ല, ഞാനങ്ങ് പോയി എന്ന് പറയണത് ശരിയല്ല. റോഡ് ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് അടിച്ചു വിട്ടു. അപ്പോൾ നമ്മൾ നിയമം ലംഘിച്ചു. അവിടെ ക്യാമറ ഉടനെ ക്ലിക്കാവും, വീട്ടിലുടനെ ഫൈൻ, 500 രൂപ ഫൈൻ. അപ്പോൾ നിയമം തന്നിരിക്കുന്നതും പ്രബോധനം തന്നിരിക്കുന്നതും നമ്മൾ അനുസരിക്കാനും, അനുസരിക്കേണ്ടത് വെറും ഒരു ചട്ടം പാലിക്കാൻ വേണ്ടിയല്ല, അതിലൂടെ നമ്മൾ സഭയുടെ മഹത്തായ നിക്ഷേപവുമായിട്ട് ഒരു ഒന്നാകൽ. എന്തൊരു സുഖമാണ് ആ അവസ്ഥ, എന്തൊരു ആനന്ദമാണ് ആ അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ലിഖിതങ്ങളുടെ കാനോനെ സംബന്ധിച്ചും സഭയുടെ വിശ്വാസ സത്യത്തെ സംബന്ധിച്ചും. ഇപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളുടെ കാനോൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കത്തോലിക്ക ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകമുണ്ട്, എന്നാൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ അതില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ ജ്ഞാനഗ്രന്ഥങ്ങൾ, 5 ജ്ഞാനഗ്രന്ഥങ്ങൾ അവരുടെ കാനോനിലില്ല. അതല്ല, അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ചീപ്പായിട്ടൊരു ബൈബിൾ കിട്ടി. അപ്പോൾ അവർ ബൈബിള് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഫ്രീ കിട്ടണല്ലേ, നമ്മൾ മേടിച്ചു. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് പോയി. യഹോവ സാക്ഷികളും പെന്തക്കോസ്തക്കാരും ഫ്രീ ആയിട്ട് ബൈബിൾ ഇട്ടുകൊണ്ട് പോകണം. ഫ്രീ കിട്ടണല്ലേ നമ്മൾ നോക്കുമ്പോൾ എന്താ, അത് നമ്മുടെ കാനോനല്ല.
നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ള പുസ്തകങ്ങൾ അതിനകത്തില്ല. അപ്പോൾ പ്രധാനമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഈ ജ്ഞാനമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കത്തോലിക്ക ബൈബിള് തന്നെ നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ഏത് കാലത്ത് എന്നെ ശ്രവിക്കുന്നവരായാലും നിങ്ങളുടെ ബൈബിളിൻ്റെ ആദ്യത്തെ പേജ് തുറന്നു നോക്കൂ. അതിൽ മാർപ്പാപ്പയുടെയോ മെത്രാൻ്റെയോ ഒരു ഇംപ്രിമാത്തൂർ ഉണ്ടാകുന്ന നോക്കൂ, ആധികാരികത. അത് ഒരു കത്തോലിക്ക ബൈബിളാണോ എന്ന് നോക്കൂ. അതിൽ എല്ലാ പുസ്തകങ്ങളും ഉണ്ടോ എന്ന് നോക്കൂ. പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഉണ്ടോ എന്ന് നോക്കൂ. അതില്ലെങ്കിൽ ആ ബൈബിൾ അവിടെ ഇരുന്നോട്ടെ. വേറെ ഒരു പുതിയ ബൈബിള്, കത്തോലിക്ക ബൈബിള് വാങ്ങി ആദ്യം തന്നെ അതിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുക. ആ ജ്ഞാനഗ്രന്ഥങ്ങളാണ് ഇന്നും നമ്മുടെ ജീവിതത്തെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം ആ ജ്ഞാനം വായിച്ചിട്ട് നമുക്ക് പാസ്സായി വലിയ എഞ്ചിനീയർ ആകാൻ വേണ്ടിയുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടണമെങ്കിൽ ഈ ജ്ഞാനം. ഞാനിത് പറയുമ്പോൾ വാചാലമാകുന്നത്, എനിക്കിപ്പോൾ 74 വയസ്സായി. 50 വർഷം മുൻപ്, അതായത് 1/2 നൂറ്റാണ്ട് മുൻപ് മുതൽ എനിക്ക് കിട്ടിയ ഒരു ബോധ്യമായിരുന്നു ജ്ഞാനം 6:14. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കിട്ടും. അത് എന്തോ കാരണവശാൽ എന്നെ പരിശുദ്ധാത്മാവ് അങ്ങനെ നയിച്ചു. അതാണ് എന്നെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ പ്രാർത്ഥന. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. ആലോചിച്ച് നോക്കി. ജ്ഞാനം 7:25. അവൾ ദൈവശക്തിയുടെ ശ്വാസം. ദൈവശക്തി നമുക്ക് വേണോ? വേണം. എന്നാൽ അതിൻ്റെ ശ്വാസമല്ല ആദ്യം വേണ്ടത്. അതെന്താ? ജ്ഞാനമാണ്. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ ശുദ്ധമായ നിസ്സരണമാണ്. അവൾ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. എന്നാലോചിച്ച് നോക്കിയാൽ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കണ്ട് വിഷമിക്കണ്ട. ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ സത്യം, അതാണ് വിശുദ്ധ ലിഖിതങ്ങളുടെ കാനോനെ സംബന്ധിച്ചും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. വിശുദ്ധ ലിഖിതം അങ്ങനെ ചുമ്മാ വായിച്ചാൽ പോരാ. അത് യഥാർത്ഥ കാനോൻ, അതായത് കത്തോലിക്ക സഭയിൽ സഭ നമുക്ക് നൽകിയിട്ടുള്ള പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിള് പഠിക്കണം. ആ കാനോൻ പഠിക്കണം. കാനോൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. തുടർന്ന് സഭയുടെ വിശ്വാസ സത്യത്തെ സംബന്ധിച്ചു. നമ്മൾ സഭയെ കാണുന്നത് ഇടവക പള്ളിയിലെ ബിൽഡിങ്ങോ ബിഷപ്പ് ഹൗസോ വൈദികരോ അല്ലെങ്കിൽ കുറേ ആത്മായ നേതാക്കന്മാരോ അല്ലെങ്കിൽ കുറേ ജാഥ നടത്തുന്ന ആൾക്കാരോ, അതൊന്നും അല്ല സഭ. സഭ എന്ന് പറയുന്നതിനെ വളരെ ബൃഹത്തായ ഒരർത്ഥത്തിൽ നമ്മൾ കാണണം. അത് കാണാൻ സാധിക്കുന്നത് സഭയുടെ തന്നെ വിശ്വാസ സത്യം. വിശ്വാസ സത്യം. ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കരുത്. ഇത് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അത് എത്ര പറഞ്ഞാലും എന്ത് വിശ്വാസ സത്യം എന്ന് പറയണത്, അതിന് ഡോഗ്മ എന്ന് പറയും. അതായത് ഒരു വിശ്വാസി അവശ്യം വിശ്വസിക്കേണ്ട ഒന്നാണ്. ഒരു കത്തോലിക്ക വിശ്വാസി അവൻ മാമോദീസായിലൂടെ അവന് ദൈവം നൽകിയിരിക്കുന്ന പ്രസാദവരത്തിലെ പ്രധാന ഒരു ഘടകമാണ് വിശ്വാസ സത്യങ്ങളെ ഉൾക്കൊള്ളാനും അത് പഠിക്കാനും അതനുസരിക്കാനും. അതനുസരിക്കാൻ അവൻ കടപ്പെട്ടതാണ്. അയ്യോ അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ കാര്യമില്ല. ഈ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞ മാതിരി, ലൈസൻസ് തന്നത് നമുക്ക് ഇഷ്ടമുള്ള മാതിരി വണ്ടി ഓടിക്കാനല്ല, ആ നിയമം അനുസരിച്ച് ഓടിക്കണം. എന്ന പോലെ ഓരോ കത്തോലിക്ക വിശ്വാസിയും എന്താണ് സഭ അടിസ്ഥാനപരമായി വിശ്വസിക്കാൻ ഓരോരുത്തരെയും ഒബ്ലിഗേറ്ററി. ഇപ്പം നമ്മൾ ഞായറാഴ്ച കുർബാന കൂടണം എന്നുള്ളത് ഒബ്ലിഗേഷനാണ്. ആ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ അത് പാപമാണ്. എന്ന പോലെ തന്നെ സഭയുടെ
വിശ്വാസ സത്യങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് പാപമാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് കുറവ് വരുന്നു. ചിലർ പറയും, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ കൊന്ത ചെല്ലുന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എൻ്റെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നങ്ങളാണ്. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നത് വേറെ ഒരു വിശ്വാസത്തിന്റെ ചിന്തയിലാണ്. വിശ്വാസത്തിന്റെ ആ കഴമ്പ് നാളികേരത്തിന്റെ പേട്ടത്തേങ്ങ പിടിച്ച് മറട്ടുമാരിക. നാളികേരത്തിൽ കഴമ്പില്ലെങ്കിൽ അതിനെ പുറത്ത് കണ്ടതുകൊണ്ട് എന്താ കാര്യം? കാണുമ്പോൾ നല്ല നാളികേരം പറിച്ചിരുന്നവൻ എന്നിട്ട് അത് സോർട്ട് ചെയ്യണ നേരത്തത് ഇത്രയും നല്ല നാളികേരം വലിച്ചിരുന്നു. അതെന്താ അങ്ങനെ വലിച്ചിരുന്നേ? അത് പേടാണ്. അപ്പൊ നമ്മൾ അത് 2 നാളികേരം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാവും, ഒന്നിന് നല്ല വെയിറ്റ് ഉണ്ട്, ഒന്നിൻ്റെ അകത്ത് ഒന്നുമില്ല, പുറമേ നോക്കുമ്പോൾ എല്ലാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്രിസ്തീയ ജീവിതമാണോ നമ്മുടെ? പുറമേ നമ്മൾ എന്നും പള്ളിയിൽ പോകണു, പ്രാർത്ഥിക്കണു, ആരാധനയ്ക്ക് പോകണു, നൊവേന ചെല്ലണു, ഒക്കെ ചെയ്യണ്ട്. പക്ഷെ വിശ്വാസ സത്യങ്ങളാകുന്ന കഴമ്പ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? വിശ്വാസ സത്യങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. വിശ്വാസ സത്യത്തെ സംബന്ധിച്ചും ചെയ്തതുപോലെ സകല സത്യത്തിലേക്കും, പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സകല സത്യത്തിലേക്കും തന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 12-ഉം 13-ഉം പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പൊ ആ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കണം നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, അല്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഈ സൃഷ്ടാവാം പാവനാത്മാവേ മക്കൾ ഹൃത്തിൽ വരേണേ, സൃഷ്ടികളാം ഇവരിൽ വരേണേ, നിന്റെ ദിവ്യ പ്രസാദം തരണേ. ഉണ്ടോ? ആശ്വാസദായകൻ നീയേ, ദൈവത്തിൻ വരദാനം നീയേ, ജീവന്റെ ഉറവും തീനാവും, നവ്യ ആത്മീയ തൈലവും നീയേ, ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ, ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവി തരുന്നതും നീയേ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് പറയുന്നത് ഈ വിശ്വാസ സത്യങ്ങളെ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ മാനുഷികമായ ജ്ഞാനത്തിലൂടെ അല്ല. അതാണ് വ്യത്യാസം. നമ്മുടെ മാനുഷികമായ ജ്ഞാനത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ 2ആണ്. എന്നാൽ ദൈവിക ജ്ഞാനം പറയും ഒന്നും വലിയ ഒന്നാണെന്ന് പറയും. എന്ന പോലെ നമ്മുടെ മാനുഷിക ജ്ഞാനം അനുസരിച്ചല്ല, സകല സത്യത്തിലേക്കും തന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ വിശ്വസ്ത വിചാരിപ്പുകാരി എന്ന നിലയിൽ സഭ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഈ നിക്ഷേപത്തെ ക്രമേണ അംഗീകരിക്കുകയും. എന്താണ് ഈ നിക്ഷേപം? ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ അവതാരികയിൽ പേജിലൊന്ന് നോക്കിയേ, അവിടെ എഴുതിയിരിക്കുന്നത് ഇതാണ്: വിശ്വാസത്തിന്റെ നിക്ഷേപം എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വാസ നിക്ഷേപം. ഞാൻ കത്തോലിക്കാ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഞാൻ ബൈബിളൊക്കെ അനുസരിക്കുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വിശ്വാസ സത്യങ്ങളിൽ വിശ്വാസത്തിന്റെ നിക്ഷേപം അടങ്ങിയിരിക്കുന്നു. വിശ്വാസ നിക്ഷേപം അതാണ്. ആ വിശ്വാസ നിക്ഷേപത്തെ, അതിനെ ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ വിശ്വസ്ത വിചാരിപ്പുകാരി, ആ വിശ്വാസ സത്യങ്ങള് വിള്ളലില്ലാതെ
ഭഗ്നം വരാതെ സൂക്ഷിക്കേണ്ട ദൗത്യം സഭയ്ക്കാണുള്ളത്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ വിശ്വസ്ത വിചാരിപ്പുകാരി എന്ന നിലയിൽ സഭ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഈ നിക്ഷേപത്തെ ക്രമേണ അംഗീകരിക്കുകയും, ക്രമേണ, അതായത് ഇത് പടിപടിയായിട്ട്, അതാണ് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. പെട്ടെന്ന് നമുക്കത് മുഴുവനും മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മൾ പഠിക്കണം. എവിടെ നിന്ന് നമുക്ക് പഠിക്കാം? സഭ അമ്മയും ഗുരുനാഥയുമാണ്. സഭാ മാതാവ് തന്നെ ഇത് പഠിക്കാനുള്ള എല്ലാ വ്യവസ്ഥിതിയും ചെയ്തിട്ടുണ്ട്. സഭ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഈ നിക്ഷേപത്തെ ഉണ്ടോ, എന്താണ് ഈ നിക്ഷേപം? ഈ നിക്ഷേപം എന്ന് പറയുന്നത് ഈ വിശ്വാസ പ്രബോധനമാണ്. ക്രമേണ അംഗീകരിക്കുകയും അതിൻ്റെ പരികർമ്മം നിശ്ചയിക്കുകയും ചെയ്തു. എന്നിട്ട് കാണിച്ചിരിക്കുന്ന വചനങ്ങൾ 1 യോഹന്നാൻ 16:13, പിന്നെ മത്തായി 13:52. അത് മനോഹരമാണ്. 1 കൊരിന്ത്യർ 4:1. മത്തായി 13:52. അവൻ തുടർന്ന് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് കണ്ടോ ആദ്യം പുതിയതും പിന്നെ പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാണ്. അതായത് ഇവിടെ ആയാലും ഈ യൂറോപ്പിലായാലും നമ്മളൊരു ഭവനത്തിൽ ചെന്നാൽ, ഒരു വിരുന്നുകാരനായിട്ട് ചെന്നാൽ, ഒരു അതിഥിയായിട്ട് ചെന്നാൽ അവർ ഉടനെ പറയും, എന്ത് കുടിക്കണം? ചായയും കാപ്പിയൊന്നും അല്ല അവർ കുടിപ്പിക്കുന്നത്. അവർ പറയും, നല്ല പുതുവീഞ്ഞുണ്ട്. അപ്പോൾ അവരാദ്യം പോയിട്ട് ഒരു ഫ്ലാസ്ക് പുതുവീഞ്ഞും പിന്നെ പഴയ വീഞ്ഞും രണ്ടും കൊണ്ടുവരും. ഇങ്ങനെയാണ് ജെറുസലേമിലും ഇസ്രായേൽക്കാരും. അവരുടെ ആതിഥ്യ മര്യാദയുടെ ഒരു ശൈലിയാണ് ആദ്യം പുതിയത് കുടിപ്പിക്കും, അതിലാനന്ദിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പഴയത്. ഇതാണ് നമ്മളെ ഇന്നും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം പുതിയ നിയമം വായിക്കണം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 18 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ഔസേപ്പ് മറിയത്തെ പരിശുദ്ധാത്മാവിൽ നിന്നും ഗർഭിണിയായി കാണപ്പെട്ടു. ആൾക്കാകെ പ്രയാസമായി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് ഗർഭിണിയായിരിക്കണം. അപ്പോൾ രാത്രി മാലാഖ വന്ന് പറഞ്ഞു, ജോസഫെ വിഷമിക്കണ്ട, അത് പരിശുദ്ധാത്മാവിലൂടെയാണ് അവൾ ഗർഭിണിയായിരിക്കണത്. ഇത് കേട്ടപ്പോൾ ജോസഫിന് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? വീണ്ടും മാലാഖ പറയുകയാണ്, ഇത് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന പ്രവാചക വചനം പൂർത്തിയാകാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ഏഷ്യ പ്രവാചകൻ എഴുതിയേക്കണല്ലേ, അതാണ് പഴയത് അല്ലോ. അപ്പൊ ഈ പുതിയത് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതെങ്ങനെ സംഭവിച്ചു, ഇതിനുള്ള ആരംഭം എവിടെ നിന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചക ഗ്രന്ഥം എന്ന് പറയുന്നത് ഏശയ്യാ 7:14. ഇങ്ങനെ നമ്മൾ ബൈബിൾ പഠിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോരുത്തരും. പക്ഷെ നിയമജ്ഞരും പരിസേയരും അങ്ങനെ ചെയ്യില്ല. അവർ പഴയ നിയമം, അവർ പുതിയ നിയമത്തെ സ്വീകരിച്ചിട്ടേ ഇല്ല. അവർ യേശുവിന്റെ പ്രബോധനം സ്വീകരിക്കുന്നേ ഇല്ല. യേശുവിന്റെ പ്രബോധനത്തിൽ ആണ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ മിശിഹായിലൂടെ ഈ പഴയ നിയമം മുഴുവനും പൂർത്തിയായിരിക്കുന്നു. അത് വായിക്കുകയും അതിൻ്റെ പഴയ നിയമഭാഗത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും. അതാണ് ഒരു ആതിഥ്യ മര്യാദയായിട്ടാണ് അത് ഈശോ പറയുന്നത്. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും, കണ്ടോ, നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പൊ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി. അയാളൊരു ഫരിസേയനായിരുന്നു. ഫരിസേയൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് പഴയ നിയമം മാത്രമേ അറിയണ്ടായിട്ടുള്ളൂ. എന്നാൽ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്നപ്പോ
അയാൾ യേശുവിൻ്റെ പ്രബോധനം പുതിയ നിയമവും പഠിക്കാൻ തുടങ്ങി. ഇനി അയാൾ എന്ത് ചെയ്യണം? പഴയ നിയമത്തേക്കാൾ ആദ്യം പുതിയ നിയമം പഠിക്കണം. പഴയ നിയമം വിടണ്ട, എന്നിട്ട് പുതിയ നിയമം വിളമ്പണം. അതാണ് അതിൽ പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പുതിയതും പഴയതും അത് രണ്ടും കൂടി ചേർത്ത് വായിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസത്തെയും വചന ശുശ്രൂഷയിൽ പഴയ നിയമ വായനയുണ്ട്, സങ്കീർത്തനമുണ്ട്, പിന്നെ പുതിയ നിയമ വായന. കണ്ടോ, അത് തമ്മിൽ ഒരു സിങ്ക് ഉണ്ട്, അത് തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് കാണാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാണ്, ഓ, ജീവന്റെ അപ്പം. ഈശോ പറഞ്ഞു, ഞാനാവുന്നു ജീവന്റെ അപ്പം. ആ ജീവന്റെ അപ്പമാണ് മന്ന ആയിട്ട് അവരന്ന് സ്വീകരിച്ചത്. ആ ജീവന്റെ അപ്പത്തെ തന്നെയാണ് ദാവീദ് രാജാവിന്റെ കീർത്തനത്തിൽ പറയുന്നത്, കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, തിന്നു നോക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ആ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ പഠിക്കണം. അതാണ് പിന്നെ അടുത്തത് എഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 4:1-2. ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. അതാണ് പുതിയ നിയമം. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. എന്ത് കാര്യത്തിലാണ് ഇവിടെ വിശ്വസ്തത? ഇവിടെ പൈസയുടെ ക്രയവിക്രയ കാര്യത്തിലോ സമ്പത്തിന്റെ കാര്യത്തിലോ ഒന്നല്ല, സഭയുടെ പ്രബോധനത്തിന്റെ കാര്യത്തിൽ. അത് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ തന്നെ അത് സ്വീകരിക്കുമ്പോഴും വിശ്വസ്തരായ കാര്യസ്ഥന്മാരായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. 1 കൊരിന്ത്യർ 4:1. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇവിടെ നിക്ഷേപത്തെ ക്രമേണ അംഗീകരിക്കുകയും അതിന്റെ പരികർമ്മം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ആരാധനാഘോഷങ്ങളിൽ നിർകൃഷ്ടമായ അർത്ഥത്തിൽ 7 എണ്ണം കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട കൂദാശകളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ വിവേചിച്ചറിഞ്ഞു. അപ്പോൾ പിന്നീട് നമുക്ക് ഈ 7 കൂദാശകൾ നമുക്ക് പഠിക്കാനുണ്ട്. 120ാമത്തെ ഖണ്ഡികയിലേക്ക് പോകാം. 120 ഇതിന്റെ മാർജിനൽ പാരഗ്രാഫ്. ഈ കത്തോലിക്കാ സഭയുടെ മതബോധനം പഠിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പാരഗ്രാഫ് നമ്പർ ഓരോ ഖണ്ഡികയുടെയും ആദ്യം കാണുന്ന നമ്പറാണ്. അതിനോട് അനുയോജിച്ചുള്ള പ്രബോധനം അടങ്ങിയിരിക്കുന്ന ഖണ്ഡികയുടെ നമ്പറാണ് മാർജിനിൽ കൊടുത്തിരിക്കുന്നത്, 120ാം നമ്പർ. അപ്പോൾ ഇനി നമ്മൾ ആ 120ാം നമ്പറിലേക്ക് പോകാം. പുതിയതായിട്ട് ക്ലാസ് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടിക, അതാണ് ആ കാനോൻ എന്ന് പറയുന്നത്. കാനോൻ പട്ടിക. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ ഏതെല്ലാം ലിഖിതങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വിവേചിച്ചറിയാൻ സഭയെ അപ്പസ്തോലിക പാരമ്പര്യം സഹായിച്ചു. ഇത് ഡൈവർബം, 2ാം വത്തിക്കാൻ സൂനഹദോസിലെ ഡൈവർബം എന്ന പ്രബോധനത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ഈ പൂർണ്ണമായ പട്ടിക വിശുദ്ധ ഗ്രന്ഥ കാനൻ എന്ന് അറിയപ്പെടുന്നത്. ഈ കാനൻ അനുസരിച്ച് പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും ജെറമ്യായും വിലാപങ്ങളും ഒരു പുസ്തകമായി പരിഗണിച്ചാൽ 45 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമാണുള്ളത്. അതാണ് കാനൻ. പഴയ നിയമം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷ്വ, ന്യായാധിപൻ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ധനവൃത്താന്തം, 2 ധനവൃത്താന്തം, എസ്ര, നെഹ്മിയ, തോബിത്ത്, യൂദിത്ത്, എസ്തർ, 1 മക്ബായർ, 2 മക്ബായർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, യേശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക്, എസക്കിയൽ, ദാനിയൽ, ഹോസിയ, ജോയൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി. ഇതാണ് കാനോൻ, അതായത് പട്ടിക.
വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പഴയ നിയമത്തിന്റെ പട്ടിക. ഇനി പുതിയ നിയമം മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങൾ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ, റോമ, 1 കൊറിന്ത്യോസ്, 2 കൊറിന്ത്യോസ്, ഗലാത്യ, എഫേസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസലോനിക്ക, 2 തെസലോനിക്ക, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലിമോൻ, എബ്രായർക്കുള്ള ലേഖനം, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ് എന്നീ ലേഖനങ്ങളും വെളിപാടും. അപ്പോൾ ഇതെല്ലാമാണ് പുതിയ നിയമ പുസ്തകങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് സമാപിപ്പിക്കാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സഭയുടെ പ്രബോധന അധികാരം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ സത്യങ്ങളെ നമ്മൾ എളിമയോടെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം വളരുകയുള്ളൂ. അതിന് വിശ്വാസ സത്യങ്ങളുടെ പുസ്തകം ഇപ്പോൾ അന്വേഷിക്കേണ്ട. നമ്മൾക്ക് അത്യാവശ്യമുള്ള വിശ്വാസ സത്യങ്ങൾ ഈ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട്. മതബോധന ഗ്രന്ഥത്തിൽ നമുക്ക് അത്യാവശ്യം അറിയേണ്ട വിശ്വാസ സത്യങ്ങളുണ്ട്. അത് ആദ്യം പഠിക്കുക. പിന്നീട് നമുക്ക് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് മാത്രമായിട്ടുള്ള പ്രബോധനങ്ങളൊക്കെ വേറെ ഉണ്ട്. ആദ്യം ഇത്രയും പഠിച്ചാൽ മതി നമുക്ക്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ 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 ബൈ.